Go back to your bedroom. Kenapa? Apa? Turaklah. Mone. Ngunde. ഹലോ നമസ്കാരം. സ്മി ഷബിൻ ഷംസുദ്ദീൻ വാടാ. ഞങ്ങളിത് വർക്കല വരെ വന്ന വർക്കലാല് എലിക്സർ ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ച് ഫ്രണ്ട് റിസോർട്ടിലാണ് ഇന്ന് ഞങ്ങൾ കിടക്കാൻ പോകുന്നത്. എന്താ വെച്ചാൽ നാളെ രാവിലെ ഇവിടുത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ കണ്ട് സർഫിംഗ് ഒക്കെ ഉണ്ടല്ലേ, രാവിലെ പോകണ്ടേ, രാവിലെ ഇവിടെ സർഫിംഗ് ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, വർക്കലയിലെ ഏറ്റവും നല്ലൊരു ഹോട്ടലാണിത്. ഞാനിപ്പോൾ സിറ്റപ്പൊക്കെ ഒന്ന് കാണിച്ചു തരാം. നേരം കുറേ ഇരുട്ടിയിരുന്നു, എല്ലാവരും കിടക്കാനൊക്കെ ഉള്ളൊരു സമയമായി എന്ന് തോന്നുന്നു. കുറേ റൂമിലൊന്നും ലൈറ്റില്ല. കടൽ കാണാൻ പറ്റിയില്ലെങ്കിലും കടലിൻ്റെ ഒരു സൗണ്ടും ആ ഒരു വൈബൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നു. അങ്ങനെ നേരം വെളുത്തു. കൂട്ടത്തിലുള്ള പകുതി പേരും എണ്ണീറ്റിട്ടില്ല. ഞങ്ങളേതായാലും പുറത്തുനിന്ന് ഇറങ്ങി ആ ഒരു വ്യൂ ഒന്ന് കാണാൻ തീരുമാനിച്ചു. രാത്രി കണ്ട പോലല്ല, പകൽ കാണുമ്പോൾ കുറച്ചുകൂടെ അടിപൊളിയാണ്. വിശാലമായൊരു സ്വിമ്മിംഗ് പൂളും അതിനോട് ചേർന്ന് ഇരിക്കാനായിട്ട് നല്ലൊരു റെസ്റ്റിംഗ് പ്ലേസും ഒക്കെ ഉണ്ട്. കുറേ നടക്കാനൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അവിടുന്ന് തന്നെ ബീച്ചിൻ്റെ ഒരു അടിപൊളി വ്യൂ ഉണ്ട്. പിന്നെ വർക്കല ബീച്ചിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലെ തന്നെ ഏറ്റവും വൃത്തിയുള്ളൊരു ബീച്ചാണ്. ക്ലിഫ് ബീച്ചാണ്, വിദേശികൾ ഒത്തിരി വരുന്നൊരു ബീച്ചാണ്. പിന്നെ വർക്കല എന്ന് പറയുമ്പം നിങ്ങൾക്കറിയാമായിരിക്കും, കൊല്ലത്തുനിന്ന് ഏകദേശം ഒരു 35 കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ ഈ വർക്കല ഈ ബീച്ച് വരെ. പിന്നെ ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഒരു 45-48 കിലോമീറ്റർ അത്രയും ദൂരമുള്ളൂ ഇവിടെ എത്താനായിട്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ കത്തിയൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ രാവിലെ എണീറ്റ് വെയിലൊക്കെ ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് നേരെ എവിടെ സർഫിങ്ങിന് പോകണം. സർഫിങ് ഈ സർഫിങ്ങോ പിന്നെ നമ്മളെ കാത്തവിടെ നല്ല ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ നല്ല ചൂട് പുട്ടും ചെറുപയർ കറിയും ഒക്കെ എടുത്ത് നേരെ നമ്മുടെ ഇരിപ്പിടത്തിലോട്ട് പോയി ബീച്ചിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാം. അത് വേറൊരു വൈബ്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നമുക്ക് സർഫിങ്ങിന് പോകണമെന്ന്. അത് ഏകദേശം 3 കിലോമീറ്ററോളം അപ്പുറയാണ്. ഇപ്പം നമ്മൾ ആ ബീച്ചിലെത്തിയേക്കുവാണ്. രാവിലെ തന്നെ മീൻ പിടിക്കാൻ പോകാനുള്ള സെറ്റപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ചേട്ടന്മാർ ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആശാൻ ഇങ്ങനെ സർഫിങ്ങിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അവരൊക്കെ റെഗുലർ സ്റ്റുഡൻസാണ്. പ്രോപ്പറായിട്ട് ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഈ ബീച്ചിൽ തന്നെ ആയിരിക്കില്ല, ഓരോ സമയത്ത് ഓരോ ബീച്ചിലായിരിക്കും. ബിക്കോസ് ഇത് എന്ന് പറയുന്നത് തിരയുടെ ഒരളവും അതിൻ്റെ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇവർ ഈ സർഫിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. ഇന്ന് ഇവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബീച്ചാണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് നേരം അതിലൊക്കെ നടന്ന് പിന്നെ നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ തിരിച്ചു വന്നു. ഇനിയിപ്പം നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക്.
പൂളിൽ വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളെ പ്രത്യേകിച്ച് തെറിയൊന്നും വിളിച്ചില്ല. അങ്ങനെ അത് മാക്സിമം എൻജോയ് ചെയ്തു. അവിടെ ഒരു മണിക്കൂറോളം ഞങ്ങൾ ആ പൂളിൽ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം ക്ഷീണമായി. ഇനിയിപ്പം തിരിച്ചു പോകണം എന്നുള്ളൊരു മൈൻഡൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴാണ് ഏതായാലും വന്നു, ഇനിയിപ്പോൾ ബീച്ചിലും കൂടെ ഒന്ന് ഇറങ്ങി അവിടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ ഈ ഹോട്ടലിൽ നിന്ന് തന്നെ ബീച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടി ചെറിയൊരു പാസേജ് ഉണ്ട്. ഇത് ഇവർ തന്നെ നിർമ്മിച്ചാണ്. ഇവിടുന്ന് ചെറിയൊരു തുരങ്കം പോലെ അവിടെ നമുക്കൊരു ബോർഡൊക്കെ കാണാം, വേ ടു ബീച്ച്. ആ വഴി നമ്മൾ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ബീച്ചിൻ്റെ ഒരു വ്യൂ അവിടെ നിന്ന് കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ബീച്ചാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. ശരിക്കും അങ്ങനെ തന്നെ പറയാം, ഒരു പ്രൈവറ്റ് ബീച്ച് പോലെ തന്നെയാണ്. കാര്യം ഇവിടെ നിന്നുള്ള വിസിറ്റേഴ്സ് അല്ലാതെ പുറത്തുനിന്നുള്ളവർ വരാനുള്ള ചാൻസ് കുറവാണ് ഈ ഒരു ബീച്ചിൽ. അധികം അലമ്പൊന്നും ഇല്ലാത്ത അത്യാവശ്യം വൃത്തിയുള്ള നല്ലൊരു ബീച്ചാണ്. വലിയ തിരകളൊന്നുമില്ല. അങ്ങനത്തെ ഒരു പീസ് മൈൻഡൊക്കെ വിട്ടിട്ട് ഏതായാലും വന്നു. എന്നാൽ ഒന്ന് ചാടി കുളിച്ചൊന്ന് കസർത്തിയിട്ടൊക്കെ പോകാമെന്നൊക്കെ ഓർത്തു. I still see your silhouette. Why don't we go back to your bedroom? പ്രായത്തിൻ്റെതായ കുരുത്തക്കേടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമയം കുറേ അങ്ങ് പോയി. ഏകദേശം ഒരു സന്ധ്യാസമയമായിരിക്കുന്നു. ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലെത്തേണ്ടതാണ്. തിരിച്ച് കയറാൻ തീരുമാനിച്ചു. പിന്നെ നിങ്ങൾക്കറിയാലോ, ഏതൊരു യാത്രയുടെയും അവസാനം നമുക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു ദിവസത്തെ സന്തോഷവും ആ ഒരു ദിവസത്തെ എൻജോയ്മെൻറ്റും എല്ലാം തീരാൻ പോകുന്നൊരു നിമിഷമാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ തിരിച്ചു കയറാൻ തീരുമാനിച്ചു. ഹോട്ടലിലെ ലൈറ്റുകളൊക്കെ ഓണായി തുടങ്ങി. ഫാമിലിയായിട്ടൊക്കെ ഒത്തിരി ആളുകൾ വരുന്നുണ്ട്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ്, നല്ല ഫുഡാണ്, കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു കോളേജ് ലൈഫിന് ശേഷം ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത ദിവസങ്ങൾ വളരെ കുറവാണ്. എന്താണെന്ന് വെച്ചാൽ കൂടെ വന്നവന്മാരുടെ പ്രായത്തിലേക്ക് ഞാനും ഇറങ്ങിപ്പോയെന്നൊക്കെയുള്ളൊരു തോന്നൽ. അങ്ങനെ എലിക്സർ ക്ലിഫിൻ്റെയും വർക്കലയുടെയും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അങ്ങനെ നിങ്ങളെ നിരാശപ്പെടുത്തില്ല എന്നുള്ളൊരു വാക്ക് തന്നുകൊണ്ട് ഞാനങ്ങ് വിട്ടേക്കുവാണ്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.